മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മോഹിനിയാണെങ്കിൽ കരുണയോട് ചോദിക്കുന്നുണ്ട്, നിന്റെ അച്ഛനെ കാണാൻ വേണ്ടി വന്നതാണോ? അതെ. ആ ക്രൂരനായിട്ടുള്ള മാർക്കോ ആദ്യം എന്റെ ഭർത്താവിനെ വീൽ ചെയറിലാക്കി, ഇപ്പോഴിതാ എന്റെ അച്ഛനെയും. അവനോട് ഒതുങ്ങാനായിട്ട് പറഞ്ഞൂടെ എന്ന് ചോദിക്കുമ്പോൾ, അവൻ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള കാരണങ്ങളുണ്ട്. മരണത്തിൽ നിന്നും ജീവന് വേണ്ടി രക്ഷിക്കാനായിട്ട് കരഞ്ഞു പറഞ്ഞ കണ്ണനെ എന്റെ ഭർത്താവ് കൊല്ലാനായിട്ട് നോക്കിയില്ലേ, അവിടേക്ക് അത് കണ്ടുകൊണ്ടല്ലേ മാർക്ക് വന്നത്. അപ്പൊ പിന്നെ ജയിലിലാക്കുന്നതിന് പകരം ടീച്ചറിലാക്കിയെന്ന് പറഞ്ഞ് സമാധാനിച്ചാൽ മതിയെന്നിങ്ങനെ കരുണയോട് മോഹിനി പറയുന്നു. ഓ, അങ്ങനത്തെ ഞാൻ സമാധാനിച്ചോളാം. എന്തായാലും അമ്മയ്ക്ക് ഇപ്പോ ഒരുപാട് സന്തോഷിക്കാനുള്ള വകയുണ്ടല്ലോ. കാരണം നടക്കുന്ന മരുമകൻ മഹാലക്ഷ്മിയുടെ കയ്യിലൊരു കുഞ്ഞ്. അവൾക്ക് ഇനിയിപ്പോ എന്താ കുറവ്? ഇട്ടുപെടാനുള്ള പണം ഉണ്ടെന്ന് പറയുമ്പോ അതൊക്കെ നിങ്ങളാരും വേണമെന്ന് പറഞ്ഞ് അവൾക്ക് കൊണ്ടു കൊടുത്തതല്ലല്ലോ, അറിയാതെ വന്നതല്ലേ. അല്ലെങ്കിലും പ്രതാപന്റെ ഭാര്യയായതിനു ശേഷം എന്റെ മകൾ ഒരുപാട് കണ്ണീര് കുടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവങ്ങൾ അറിഞ്ഞു കൊടുത്തതാണ് അവൾക്ക് ഈ ജീവിതം. പിന്നെ കണ്ണൻ നടന്നിട്ടാണ് അവളെ പെണ്ണ് കാണാനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളാരും ഇതിന് സമ്മതിക്കില്ലായിരുന്നു. പക്ഷെ അവിടെ നിങ്ങൾക്കൊക്കെ പിഴച്ചു പോയി. എന്തായാലും അതെനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, ആ സന്തോഷിക്കേ, നല്ല സന്തോഷിക്കേ, എന്റെ അവസ്ഥ കണ്ടുകൂടി സന്തോഷിക്കെന്ന് പറയുകയാണ്. ഈ സമയം മോഹിനി പറയുന്നുണ്ട്, അതെ നിന്റെ ഭർത്താവിനോട് നന്നാവാൻ വേണ്ടി പറഞ്ഞാൽ മതി. അതെ, അമ്മ എന്നെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ഞാനും എന്റെ കുഞ്ഞും എങ്ങനെയൊക്കെ ജീവിച്ചു പോയിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് കരുണ അങ്ങോട്ട് പോകാൻ നിൽക്കുമ്പോൾ, ദേ നോക്ക്, നിനക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെ, അമ്മമ്മയുടെ മൂത്തമകൾക്ക് കൊണ്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് കരുണ അകത്തേക്ക് കയറി പോവുകയാണ്. ഈ സമയം മുത്തശ്ശിയാണെങ്കിൽ പ്രതാപന്റെ ഇടുപ്പൊക്കെ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കരുണയെ കാണുമ്പോൾ, ദാ മോള് വന്നടാ. ഓ, മോളെത്തിയോ? മോളെ, ജയിലിൽ നിന്ന് നിങ്ങളെയൊക്കെ കാണാനായിട്ട് ഇറങ്ങാൻ ഒരുപാട് ധൃതിയായിരുന്നു. ഇപ്പൊ തോന്നുന്നു വേണ്ട എന്ന്. അവൻ നന്നായിട്ടൊന്ന് പെരുമാറി. അങ്ങനെ കരുണയ്ക്ക് ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. അല്ല മോളെ, നഷ്ടപരിഹാര പ്രകടനം തന്നെയാണോ കണ്ണൻ പറയുന്നത്? കണ്ണനല്ല പറയുന്നത്, മറിച്ച് നിങ്ങളുടെ മരുമോനാ, ആ ഉണ്ണിക്കാണ് അതിനോട് ആർത്തി കൂടുതലെന്ന് പറയുകയാണ്. ഈ സമയം മുത്തശ്ശി പറയുന്നുണ്ട്, അവന്റെ നെഞ്ചും കൂടെ അടിച്ച് തകർക്കുക വേണ്ടത്. അത്രയ്ക്കും വലിയൊരു ചതിയനാണ് അവൻ എന്നൊക്കെ പറയുമ്പോൾ, എന്നിട്ട് മുത്തശ്ശി അവനോടൊപ്പം ജീവിക്കാൻ വേണ്ടി എന്നെ വീണ്ടും വീണ്ടും തള്ളി വിടുകയാണല്ലോ. ഞാൻ പറഞ്ഞതല്ലേ, മുത്തശ്ശിയുടെ വീട് ഒഴിഞ്ഞു കിടക്കുക. അവിടെ ചെന്ന് നമുക്ക് എല്ലാവർക്കും കൂടി സുഖമായിട്ട് ജീവിക്കാം. പിന്നെ കുഞ്ഞിനെ വളർത്താനുള്ള കാശൊക്കെ എന്റെ ലോക്കറിൽ 150 പവൻ സ്വർണ്ണമുണ്ട്. അതെങ്ങാനും വിറ്റ 1.5 കോടിയോളം രൂപ കിട്ടും. മാത്രമല്ല മുത്തശ്ശിക്കാണെങ്കിൽ അളവിൽ കൂടുതൽ സ്വർണ്ണമുണ്ട്. അതൊക്കെ കൊണ്ട് ഞാനും കുഞ്ഞും ജീവിച്ചു. മോളെ, അങ്ങനെയല്ല. ഞങ്ങളുടെ കാലശേഷം നിനക്ക് ഒരു ആൺതുണ വേണമെന്ന് തോന്നുന്നില്ലേ? ഓ പിന്നെ, അതൊക്കെ ഇപ്പോ വെറുതെയാണ് മുത്തശ്ശി. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊന്നും അങ്ങനെ ഒരു ചിന്തയില്ല. പിന്നെ ആണിനെ കൊണ്ട് ഉപകാരമില്ലെങ്കിൽ എന്ത് ചെയ്യാൻ? എന്തായാലും അയാളെ പോലുള്ള ഒരു ഭർത്താവിന്റെ കൂടെ അധിക കാലമൊന്നും ജീവിക്കാൻ പറ്റില്ല. ഞാനും എന്റെ കുഞ്ഞും എങ്ങനെയൊക്കെ ജീവിച്ചു പോയിക്കോളും എന്ന് പറയുമ്പോൾ, ഇത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, മോളെന്തായാലും അങ്ങനെയൊന്നും ചിന്തിക്കാൻ വരട്ടെ. മോൾക്ക് സെയിൽസുകളായിട്ടൊക്കെ പോയി നിൽക്കാൻ പറ്റുമോ? അങ്ങനെയൊന്നും മോൾക്ക് ഒരിക്കലും സാധിക്കില്ല. എത്രയെന്ന് വെച്ചാൽ ഈ പൈസ കൊണ്ട് ജീവിക്കുക. അതുകൊണ്ട് ജോലിക്ക് പോലും മോൾക്ക് പോകാൻ പറ്റില്ല. എന്തെന്ന് വെച്ചാൽ മോള് ഡിഗ്രി തോറ്റതല്ലേ. ആ, ഇനിയിപ്പോൾ അത് അയാളുടെ മുന്നിൽ പറയണ്ട. അല്ല മോളെ, ഉണ്ണി തന്നെ നിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുക്ക്, എന്തെങ്കിലും ജോലി നോക്കാമെന്ന് പറഞ്ഞാൽ നീ എന്തെടുത്ത് കൊടുക്കും? അച്ഛാ, അയാൾ എന്തായാലും അങ്ങനെ നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഡിഗ്രിക്ക് 1-2 പേപ്പർ കിട്ടാനുണ്ട്. ഇനി അത് അയാളുടെ ചെവിയിൽ എത്തണ്ട. അയാൾക്ക് അതും കൂടി മതിയെന്നൊക്കെ പറഞ്ഞ് കരുണയാണെങ്കിൽ ആകെ വിഷമിക്കുന്നു. ശരി, മോളെന്തായാലും കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കണ്ട. പിന്നെ അച്ഛൻ എങ്ങനെയെങ്കിലൊക്കെ ഈ കേസിൽ നിന്നും ഊരി വരാനായിട്ട് നീ പ്രാർത്ഥിക്കുന്ന മുത്തശ്ശി പറയുന്നുണ്ട്. കൂട്ടത്തിൽ തന്നെ അങ്ങനെ ഊരി വരികയാണെങ്കിൽ പിന്നീട് ഒന്നും ചെയ്യാതെ മിണ്ടാതിരിക്കാം, നമുക്ക് എല്ലാവർക്കും നല്ലവരായിട്ട് ജീവിക്കാം എന്നൊക്കെ പറയുമ്പോൾ, ഓ, മഹാലക്ഷ്മിയുടെ അടിമയായിട്ട് ജീവിക്കാമെന്നാണോ മുത്തശ്ശി ഉദ്ദേശിക്കുന്നത്? അപ്പോ പ്രതാപം പറയണം, അല്ല മോളെ, അങ്ങനെയല്ല. അവസരം പാർത്ത് നമുക്ക് എല്ലാം ചെയ്യാം. മുത്തശ്ശിയാണെങ്കിൽ സ്വകാര്യത്തിൽ പറയുന്നുണ്ട്, ആ മോഹിനി നമ്മൾ എന്താ സംസാരിക്കുന്ന അറിയാനായിട്ട് ചുമരിനപ്പുറത്ത് വന്ന് നിൽക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് മുത്തശ്ശി ഇങ്ങനെയൊക്കെ പറയുന്നത്. മോൾ എന്തായാലും സമാധാനമായിട്ടിരിക്കും. പിന്നെ മോള് പോകുന്ന സമയത്തെ നിന്റെ അമ്മ ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ കൊണ്ടുപോകാൻ നോക്കെന്ന് പറയുമ്പോൾ, ആ പലഹാരമൊക്കെ അച്ഛൻ തന്നെ കഴിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ്. ശേഷം അവൾ വീട്ടിലേക്ക് വന്നതിന് വരുന്നുണ്ട്. എന്നിട്ട് ഉണ്ണിയോട് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഉണ്ണിയേട്ടാ, നമുക്കേ എന്തായാലും ഇവിടെ താമസിക്കണ്ട, മുത്തശ്ശിയുടെ ഒഴിഞ്ഞു കിടക്കുന്ന വീട്ടിലേക്ക് പോകാം. ഓ, ഇപ്പോഴും ഇവൾ മുത്തശ്ശി ആ വീട് എന്റെ പേരിൽ ഈ തന്ന കാര്യം അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. പിന്നെ എന്റെ ലോക്കറിൽ ഒരുപാട് പൈസയും സ്വർണ്ണം ഉണ്ടല്ലോ. അതൊക്കെ കൊണ്ട് നമുക്ക് അങ്ങോട്ട് ജീവിക്കാം. ഉണ്ണിയേട്ടനെ എത്രയും പെട്ടെന്ന് ഒരു ജോലി നോക്കണമെന്നൊക്കെ പറയുമ്പോൾ, പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ആദ്യം ഇവിടെ നിന്നും എഴുന്നേൽക്കട്ടെ, എന്നിട്ട് ജോലി നോക്കാം. വീട് മാറി താമസിക്കുന്ന കാര്യം നീ ഇപ്പം ആലോചിക്കുക വേണ്ട. എനിക്ക് ചെലവും കാര്യങ്ങളൊന്നും വഹിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിലും നിങ്ങൾ എന്ത് നോക്കുന്നത്? കണ്ണേട്ടൻ തന്നെയല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ആ, അത് തന്നെയാ പറഞ്ഞത്. ചെറുപ്പം മുതലേ എനിക്ക് അതാ ശീലം, കണ്ണേട്ടന്റെ ചെലവിൽ ജീവിച്ചിട്ട്. ഇനി അങ്ങോട്ട് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. എന്തായാലും ഇവിടെ അങ്ങ് താമസിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു ഉണ്ണി
കരുണയുടെ ആ ആഗ്രഹത്തെ തല്ലിക്കെടുത്തുകയാണ്. ഉണ്ണിയേട്ടാ, നിങ്ങൾ ശരിക്കും ഒരു ആണാണോ? നിങ്ങളുടെ കുഞ്ഞല്ലേ എൻ്റെ വയറ്റിൽ കിടക്കുന്നത്? ആ കുഞ്ഞിന് ചെലവിന് കൊടുക്കണ്ടേ? ഇനിയിപ്പോൾ ചെക്കപ്പിന് വരണ്ടല്ലോ, പെട്രോൾ കാശ് ലാഭമായി എന്നൊക്കെ പറയും. അതെ, പറ്റില്ലെങ്കിൽ പൊക്കോളനായിട്ട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, കടിച്ചു തൂങ്ങി ഇരിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ആ, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാൻ പോകും. നിങ്ങൾക്കൊപ്പം ഒന്നും കൂടുതൽ കാലം ജീവിക്കാൻ പറ്റില്ല. അത്യാവശ്യം വീട്ടുജോലികളൊക്കെ ഇപ്പോൾ എനിക്കറിയാം, അതുകൊണ്ടാണ് മാറി താമസിക്കാമെന്ന് പറഞ്ഞത്. അതിനും നിങ്ങൾ തയ്യാറല്ല. എന്തൊക്കെയാ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് അറിയുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ, ദേ ഞാൻ പറഞ്ഞു, വെറുതെ എന്നെ ചൊറിയാൻ നിൽക്കണ്ടെന്നൊക്കെ പറയുമ്പോൾ, നിങ്ങളുടെ ഈ മാനസികാവസ്ഥ കൊണ്ടാണ് ഒരിക്കലും ഗതി പിടിക്കാത്തതെന്ന് പറയുകയാണ് ഉണ്ണിയോട് കരുണ. ഓ, നീ പിന്നെ അങ്ങ് ഗതി പിടിച്ചങ്ങോട്ട് മുകളിൽ നിൽക്കല്ലേ, ഇവിടുത്തെ തമ്പുരാട്ടിയായിട്ട് വാഴാനല്ലേ വന്നത്, എന്നിട്ട് എന്താ ഐഡിയ എന്ന് ചോദിക്കുമ്പോൾ കരുണയാണെങ്കിൽ ദേഷ്യത്തോട് കൂടിയിട്ട് പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ ദുർഗയാണെങ്കിൽ അവിടെയുള്ള ജോലികൾക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അമ്മേ, അച്ഛനെ മാർക്കോ തല്ലി ചതച്ചു. ആ, അവൻ തല്ലി ചതയ്ക്കണം. എൻ്റെ ഏട്ടനെയും തല്ലിയിട്ടുണ്ടാവുമല്ലോ. മാർക്കോ ഉള്ളത് കൊണ്ടാണ് ഒരു സമാധാനം. എന്നാലും അവൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഉണ്ണിയേട്ടൻ ആദ്യം വീൽ ചെയറിലാക്കി, ഇപ്പൊ ഇതാ അച്ഛനെയും. അമ്മേ, അച്ഛനാകെ സങ്കടത്തിലാണ്. കാരണം കോറി മറ്റും വിറ്റ് കഴിഞ്ഞാൽ അച്ഛൻ ഒന്നുമില്ല. അതുകൊണ്ട് നഷ്ടപരിഹാരം വാങ്ങരുതെന്ന് അമ്മ എല്ലാവരോടും പറയണം. പിന്നെ നിന്റെ അച്ഛനെ നഷ്ടപരിഹാരം വാങ്ങാതെ വിടുമെന്ന് ഒരിക്കലും കരുതണ്ട. ദേ നോക്ക്, കണ്ണൻ കോടതിയിൽ നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും അതിനോടൊപ്പം നിൽക്കും. അമ്മേ, അങ്ങനെയല്ല. ഉണ്ണിയേട്ടൻ എന്തായാലും എഴുന്നേൽക്കുകയാണെങ്കിൽ ഞാനും ഉണ്ണിയേട്ടനും മുത്തശ്ശിയുടെ വീട്ടിലേക്ക് താമസം മാറാമെന്നാണ് കരുതിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള സ്വർണ്ണമൊക്കെ വിറ്റ് ഞങ്ങൾക്ക് ലാവിഷായിട്ട് ജീവിക്കാമല്ലോ. അങ്ങനെ നീ ലാവിഷായിട്ട് ജീവിക്കേണ്ടടി. പ്രതാപന്റെ ഒന്നുമില്ലാത്ത മകളായിട്ട് വേണം നീ ജീവിക്കാനായിട്ട്. അപ്പോഴേ നിന്റെ അഹങ്കാരവും അഹന്തിയൊക്കെ കുറയുള്ളൂ എന്നിങ്ങനെ കരുണയോട് മോഹിനി പറയുന്നു. സോറി, ദുർഗ പറയുന്നു. ഈ സമയം അവിടേക്ക് കണ്ണന്റെ കാറ് വരുന്നുണ്ട്. കണ്ണനാണെങ്കിൽ അകത്തേക്ക് കയറി വരികയാണ്. അങ്ങനെ കണ്ണനോട് വീണ്ടും കരുണ ആ കാര്യം പറഞ്ഞ് അഭ്യർത്ഥിക്കുകയാണ്. ദുർഗയും പറയുന്നുണ്ട്, മോനെ ഒരു കാരണവശാലും ഇവളുടെ പൂങ്കണ്ണീര് കാണണ്ട, ഇവളുടെ അച്ഛനും ഒന്നുമില്ലാതെ ആവണമെന്നൊക്കെ പറയുമ്പോൾ കണ്ണൻ പറയുകയാണ്, നിന്റെ അച്ഛൻ ആകെ ഒരേ ഒരു കുറി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് ഈ വാമദേവൻ എൻ്റെ അച്ഛൻ്റെ കൊട്ടേഷനുമായിട്ട് അങ്ങോട്ട് ചെന്നത്. അതോടുകൂടിയിട്ടല്ലേ ഈ കാണുന്ന സ്വത്തുക്കളൊക്കെ ഉണ്ടായത്. അതുകൊണ്ടേ നഷ്ടപരിഹാരം വേണമെന്ന് ഞാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഞാൻ വാങ്ങിയെടുത്തിരിക്കുമെന്ന് പറയുകയാണ്. പിന്നെ ഈ വീട് വിട്ട് മാറി താമസിക്കുന്ന കാര്യം ഭർത്താവും നീയും കൂടി തീരുമാനിച്ചോ. ഉണ്ണിയും നീയും ഇനി ഇവിടെ വീട്ടിൽ തുടരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് കുഞ്ഞുമായിട്ട് വരുന്ന എൻ്റെ ഭാര്യയാണ്. അവൾ എന്തോ പറയുന്നു അതുപോലെ ഞാൻ കേൾക്കത്തുള്ളൂ. അതുകൊണ്ട് അവൾ നിന്നെ അടുക്കളയിലേക്ക് കയറ്റിയത് പല ഉദ്ദേശങ്ങളും കൊണ്ടാണ്, നിന്റെ നന്മ മാത്രം കരുതിക്കൊണ്ടാണ്. ഒരു വീട് മാറി താമസിക്കുകയാണെങ്കിൽ വീട് നോക്കാനുള്ള പ്രാപ്തി നിനക്ക് ഉണ്ടാവണം എന്ന് കരുതി മാത്രമേ അവൾ അങ്ങനെയൊക്കെ ചെയ്തുള്ളൂ. അങ്ങനെ കരുണ പറയുന്നുണ്ട്, ഉണ്ണിയേട്ടൻ എന്തായാലും ഈ വീട് വിട്ട് വരില്ല. അതെന്താ അങ്ങനെ? അവന് സ്വന്തമായിട്ട് ജോലി നോക്കാൻ പറ. ഒരു കുടുംബം നോക്കാനുള്ള പ്രാപ്തി കൊണ്ട് ഉണ്ടാവണമല്ലോ. ഇല്ല, ഉണ്ണിയേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കണ്ണേട്ടന്റെ ചെലവിൽ ജീവിച്ച് അയാൾക്കത് ശീലമായി പോയി. ആത്മാഭിമാനമുള്ള ഭാര്യയാണെങ്കിൽ നീ അതിന് സമ്മതിപ്പിക്കണം എന്നിങ്ങനെ കണ്ണൻ കരുണയോട് പറയുമ്പോൾ, ഒരിക്കലും എന്നെ കൊണ്ട് അതിന് കഴിയില്ല. പിന്നെ ഈ വീട് വിട്ടു പോയാൽ അനുഭവിക്കാൻ പോകുന്നത് ഞാനായിരിക്കില്ല, എൻ്റെ വയറ്റിൽ കിടക്കുന്ന ഒന്നും അറിയാത്ത ഈ കുഞ്ഞായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവളാണെങ്കിൽ സങ്കടത്തോട് കൂടിയിട്ട് അകത്തേക്ക് കയറി പോവുകയാണ്. ഈ സമയം ദുർഗയാണെങ്കിൽ കണ്ണനോട് പറയുന്നുണ്ട്, മുത്തശ്ശി ചെയ്ത പ്രവൃത്തിയൊന്നും കൊച്ചുമോൾ അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നത്. എടാ, ഇവളെ ഉണ്ണി ഇങ്ങോട്ട് തിരിച്ചു കൂട്ടിക്കൊണ്ടതിൽ കാരണമുണ്ട്. മുത്തശ്ശി അവരുടെ സ്വത്തുക്കളും പിന്നെ ശേഷിക്കുന്ന സ്വർണ്ണമൊക്കെ തന്നെ ഉണ്ണിയുടെ പേരിലേക്ക് എഴുതി വെച്ചു. അതുകൊണ്ട് മാത്രം സ്വന്തം അച്ഛനെ കൊന്നവന്റെ മകളെ അവൻ വീണ്ടും തിരിച്ച് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. ഈ സമയം കണ്ണൻ പറയുന്നുണ്ട്, ഓ അതാണോ അതിന് പിന്നിലുള്ള റീസൺ? ഞാനും പലപ്പോഴായിട്ട് ചിന്തിച്ചിട്ടുണ്ട് ഇവൻ എങ്ങനെ ഇതിനൊക്കെ സാധിക്കുന്നുവെന്നും. ഇപ്പോഴാ മനസ്സിലായത്. എന്തായാലും കൊള്ളാം. അല്ലെങ്കിലും ഇവനെ പോലെ സ്വത്തുക്കൾ മാത്രം മോഹിക്കുന്ന ആ ഒരു ചെറുപ്പക്കാരന് എങ്ങനെ അവർക്ക് ഇതൊക്കെ ചെയ്യാൻ തോന്നി? അല്ലെങ്കിൽ പ്രതാപനും അയാളുടെ അമ്മയ്ക്കൊക്കെ എപ്പോഴും അബദ്ധങ്ങൾ മാത്രമല്ലേ സംഭവിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനാണെങ്കിൽ അവിടെ നിന്നും പോകും. അങ്ങനെ അവൻ നേരെ പോകുന്നത് ഉണ്ണിയുടെ അടുത്തേക്കാണ്. ഉണ്ണിയോട് ചോദിക്കുന്നുണ്ട്, നീ പ്രതാപന്റെ അമ്മയുടെ കയ്യിൽ നിന്നും സ്വത്തും പണമൊക്കെ വാങ്ങിയെന്ന് ചോദിക്കുമ്പോൾ, ആ വാങ്ങി. ഇവിടെ നിന്നും ഇറങ്ങേണ്ടി വന്നാൽ എനിക്കൊരു വീട് വേണ്ടേ? ഓ, അപ്പോ ഇവിടെ നിന്നും ഇറങ്ങിയാൽ നിനക്ക് കയറി താമസിക്കാൻ ഒരു വീടുണ്ടല്ലേ? ആ, അതെ ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞ ഉണ്ണിയാണെങ്കിൽ കടലിനോട് ദേഷ്യപ്പെടുകയാണ്. അപ്പൊ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം നാളത്തെ കിടിലൻ എപ്പിസോഡ്.